ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ തനി നാടൻ പലഹാരമായ കൊഴലപ്പാണ്. ഞാനിവിടെ മധുരം ഇല്ലാത്ത കൊഴലപ്പാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ച വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് തേങ്ങ, 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് പകുതി ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ദാ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടത് 1/4 കപ്പ് വെള്ളമാണ്. 1 കപ്പ് അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട് ഏകദേശം 1/4 കപ്പ് വെള്ളം മതിയാവും. പിന്നെ വേണ്ടത് 3/4 ടേബിൾ സ്പൂൺ എള്ളാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ ഓയില്, ആവശ്യത്തിന് ഉപ്പ്, ബാക്കിയുള്ള ചെറിയ ജീരകം, പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഈ സമയത്ത് നോക്കണം. എന്നിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും എള്ളും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടി മുഴുവനും നനയുന്ന രീതിയിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് സമയത്തേക്കൊന്ന് അടച്ചു വയ്ക്കും. എന്നിട്ട് കുഴയ്ക്കാൻ സൗകര്യത്തിന് ഒരു വലിയ ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചൂടുവെള്ളത്തിൽ പൊടി വാട്ടിയെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തെങ്കിൽ നമ്മുടെ കൊഴലപ്പം നന്നായിട്ട് പൊള്ളി വരുള്ളൂ. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ബോൾസ് ആയിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കണം. അപ്പൊ ഞാനിത് പരത്തിയെടുക്കുന്നത് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല കനം കുറച്ച് തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ബട്ടർ പേപ്പറിൽ മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. വിരലിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തൂത്തു കൊടുത്താൽ മതി. പിന്നെ കൊഴലപ്പത്തിന്റെ ഹോളും ചെറുതായിരിക്കണം. നമ്മൾ ഇതിൽ ചേർക്കുന്ന വെള്ളവും തേങ്ങയൊക്കെ കൂടിപ്പോയാലും ഈ ഹോള് വലുതായാലും കൊഴലപ്പം നന്നായിട്ട് നമുക്ക് കിട്ടില്ല. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അതിങ്ങനെ ഒട്ടിയ പോലെയാകും. അതുകൊണ്ട് പാകത്തിന് വെള്ളവും തേങ്ങയൊക്കെ ചേർത്ത് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചപ്പാത്തി പ്രസ് ഇല്ലാതെ തയ്യാറാക്കാനാണെങ്കിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് മാവ് കനം കുറച്ച് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരുമിച്ച് ഇത് കൊഴലപ്പത്തിന്റെ ഷേപ്പിൽ തയ്യാറാക്കി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് വേഗം തന്നെ ഡ്രൈ ആയിട്ട് പൊട്ടിയ പോലെയാകും. അതുകൊണ്ട് കുറച്ച് വിധം തയ്യാറാക്കി വെച്ചിട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത്. എണ്ണ മീഡിയം ഫ്ലെയിമിൽ ചൂടായി കഴിയുമ്പോൾ കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൊന്തി വരണം. ഈ ഒരു സമയത്തെ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. കൂടുതൽ ഇടാതെ കുറച്ച് വീതം ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കാം. കണ്ടോ, ഇപ്പൊ ഇതിലെ ബബിൾസ് ഒക്കെ കുറഞ്ഞ് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. 1 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് നമുക്ക്
ഈ വലിപ്പത്തിലുള്ള 22 കുഴലപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. ഇതിൽ എണ്ണയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഒരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ കൂടുതൽ നാളിത് കേടാവാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കുഴലപ്പമൊക്കെ തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.